കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഉരുളെ, എന്താ ഇത്? നീ ഇപ്പൊ പോയ എങ്ങനെ? ഈ യാഗം ആരാ മുടക്കുക? അതൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നടക്കാനുള്ളതൊക്കെ വഴിയേ നടന്നോളും. ഒരു വിഷമേ ഉള്ളൂ, യാഗം തകർന്ന് എല്ലാരും ഇവിടെ വിഷമിച്ചിരിക്കുമ്പോ അത് കണ്ട് ആസ്വദിക്കാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെടുക. നീ കണ്ട് ആസ്വദിച്ചു. എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും കാണാനുമില്ലല്ലോ. എന്തായിരിക്കും പ്ലാൻ? ശ്രേയേ, ശ്രേയേ, എവിടെയാടി നീ? ശ്രേയേ, 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 ഈ സമയത്ത് ഇവൾ എവിടെ പോയതാ? ഈ പെണ്ണിനെ കാണുന്നില്ലല്ലോ. ശ്രേയേ, ശ്രേയേ. മാധവ, ഞാനെങ്ങും കണ്ടില്ല. നീ കണ്ടോ? ഇല്ല ചേച്ചി. നീ വന്നേ. മാധവ, നീ അവിടെ ഇങ്ങനെ ഉണ്ടോ നോക്ക്. ഞാൻ ഇവിടെ ചെന്ന് നോക്കട്ടെ. ശ്രേയേ, ശ്രേയേ. അയ്യോ, ഇനി എന്ത് ചെയ്യും ഭഗവാനെ? രാമരാമ, ഒന്നുറക്കം വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലല്ലോ. എവിടെ പോയി കിടക്കുക ഇവള്? ശ്രേയേ, ശ്രേയേ. മാധവ, കണ്ടോടാ? ഇല്ല ചേച്ചി. ശരി, ഒന്നുകൂടെ മോളിൽ പോയി നോക്കാം. വന്നേ. ഇവളെ കാണുന്നില്ലല്ലോ. സമയമാകുമ്പോ എവിടേക്കെങ്കിലും പൊയ്ക്കോളൂ ഇവള്. ഇതെന്തോ വീതി പോലെ അങ്ങ് നടക്കുകയാണല്ലോ. അന്നും ഇതുപോലെ തന്നെയാ സംഭവിച്ചത്. ഇനിയിപ്പോ എന്താ ഭഗവാനെ ചെയ്യ? ശ്രേയേ, എന്തിനായിരിക്കും ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഓടി നടക്കുന്നേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. എന്റെ ഭഗവാനെ, ഇവള് വീണ്ടും സ്ഥലം വിട്ടോ? അവളെ എവിടേക്കും കാണുന്നില്ല അമ്മേ. അമ്മേ, വീട് മുഴുവൻ നോക്കി. ശ്രേയ ഇവിടെ എവിടെയില്ല. പുറത്തോട്ട് എങ്ങനെ പോയതായിരിക്കും. ആവോന്ന് പതുക്കെ പറയുന്നത് എന്തിനാ ചേച്ചി? പോയതാന്നുള്ളതെന്ന് ഒരു സംശയമില്ല. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ മുങ്ങുന്ന സ്വഭാവം സ്ഥിരമുള്ളതാണല്ലോ. അതുകൊണ്ട് ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അന്ന് കല്യാണ മണ്ഡപത്തിൽ എഴുന്നേറ്റ് ഓടിയ ആളാ. ദേ ഇപ്പൊ യാഗം നടക്കുമ്പോൾ ആളെ കാണുന്നല്ല. മിണ്ടാതിരിക്കടാ, ആരെങ്കിലും കേട്ടാലുണ്ടല്ലോ. ഞാൻ പറയാതിരുന്നാലും കുറച്ചു കഴിയുമ്പോ കാര്യം എല്ലാരും അറിയാലോ. യാഗം നടക്കുമ്പോ ശ്രേയ ചേച്ചി കൂടെ ഉണ്ടായാലേ പറ്റുള്ളൂ. ശ്രേയ ചേച്ചി സിനിമയിൽ അഭിനയിക്കാൻ പോയിരിക്കുക. കുടുംബം അവൾക്ക് വലിയ കാര്യമില്ലെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാൻ പറ്റോ? ഇനി എന്താ പരിഹാരം എന്ന് ചിന്തിക്കും. എവിടെ പോയടാ അവള്? എവിടെ പോയതാന്ന്? അച്ഛാ, അത് ചേച്ചി ചോദിച്ചത് നിന്നോടാ. എവിടെ പോയിന്ന് പറയടാ. അച്ഛാ, അച്ഛൻ പേടിക്കൊന്നും വേണ്ട. ഇങ്ങനെ ഒരു സംഭവം കേട്ടാ ഞാൻ എങ്ങനെ പേടിക്കാതിരിക്കും? ഇവൻ പറഞ്ഞ പോലെ യാഗം തുടങ്ങുന്ന സമയത്ത് മകൾ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? ഏതേലും കൂട്ടുകാരികളെ കാണാൻ പോയതായിരിക്കും. അമ്മ അവളെ താങ്ങാൻ നിൽക്കണ്ട. വീട്ടിൽ ഇത്രയും വലിയ വിശേഷം നടക്കുമ്പോഴാണോ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് ഇറങ്ങി പോവുക? യാഗത്തിനിരിക്കേണ്ടത് അവളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെ ഈ സമയത്ത് പോകാൻ തോന്നി?
സുലേഖേ, ഫോണിങ്ങി തന്നെ. അല്ല ചേട്ടന്റെ ഫോൺ മകളെ കാണാനില്ല. ഇപ്പൊ ഫോൺ എവിടെ പോയാലെന്താ? അമ്പലത്തിൽ വെച്ച് മറന്നുപോയി. ഫോണിങ്ങി തന്നെ. ആ ഇന്നേട്ടാ. The number you have called is switched off. Please try again later. അവള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അവളുടെ കൂട്ടുകാരി ആരെങ്കിലും വിളിച്ചു നോക്കും മോളെ. ഹലോ, ദേവൻ മോൻ റെഡിയായി എത്തിയോ? ശ്രേയ എവിടെ? ശ്രേയോ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? യാഗം നടക്കുമ്പോ നിന്നോടൊപ്പം നിന്റെ ഭാര്യ ഇരിക്കേണ്ടതല്ലേ? ഇനിയും റെഡി ആയിട്ടില്ലാന്ന് തോന്നുന്നു. കൊറേ നേരം ആയല്ലോ അവള് റെഡിയാക്കാൻ തുടങ്ങിയിട്ട്. കൂട്ടുകാരുടെ ആരുടെ വീട്ടിലും ഇല്ലാന്ന് അച്ഛ പറഞ്ഞേ. അവളുണ്ടാവില്ല, എനിക്കറിയാം. സിനിമാ ഭ്രാന്തം പിടിച്ച് നടക്കുകയല്ലേ അവള്. ആരെങ്കിലും ചാൻസ് തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ട ഉടനെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ അവളെ എവിടെ ചെന്നാ പിടിച്ചുകൊണ്ട് വരിക? വീട്ടിലുള്ളവര് ചോദിച്ച എന്ത് ഉത്തരം പറയും? ഇത്രയും നേരമായിട്ട് ഇവള് ഇതെവിടെ പോയി കിടക്കുക? ഇനി പുറത്തേക്ക് ഇറങ്ങിയപ്പോ വീട്ടുകാരെങ്ങാനും പിടിച്ചു കാണോ? ജ്യോതിഷം ജ്യോതിഷം, തത്തമ്മ പറയുന്ന ജ്യോതിഷം, ഭാവി പറയുന്ന ജ്യോതിഷം. നടന്നതെന്താണെന്നും നടക്കാനിരിക്കുന്നതെന്താണെന്നും തത്തമ്മ പറയും, തത്തമ്മ പറയും. തത്തമ്മ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. വീടുണ്ടോ, കൂടുണ്ടോ, കൂട്ടിനകത്ത് കുട്ടികളുണ്ടോ, കുട്ടികൾക്കുള്ള ചോറുണ്ടോ, പണമുണ്ടോ? ഒന്നിങ്ങോട്ട് വരണം സാർ. തത്തമ്മയ്ക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ഇവിടെ തിളച്ച വെള്ളത്തിനകത്താ നിൽക്കുന്നത്. അതിനിടയ്ക്കാണോടെ നിന്റെ തത്തമ്മ? തിളച്ച വെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി നിർത്താം. കിട്ടിയതും കിട്ടാത്തതും കിട്ടാൻ പോകുന്നതും എല്ലാം പറയുന്ന മായക്കിളിയാണിത്. ഒന്ന് ചോദിച്ചു നോക്ക്. ഈശ്വര, ഇവനൊരു വലിയ ശല്യമായി മാറിയല്ല. മാറി നിൽക്കാന്ന് വെച്ചാ ശ്രേയോട് ഞാൻ ഇവിടെ നിൽക്കുന്നല്ലേ പറഞ്ഞത്. അവളെയും കാണുന്നില്ല. ഈ മായത്തത്ത പറയും ഭാവി എന്തായിരുന്നു, ഭൂതം എന്തായിരുന്നു എന്നെല്ലാം. എന്റെ ശല്യം ഒഴിപ്പിക്കാനെങ്കിലും ഒന്ന് നോക്കിക്കളെ. ഇന്നാ പിടിക്ക്. എവിടെ പറ? തത്ത എവിടെ? ഞാൻ തന്നെ ഇവിടെ പട്ടിണിയാ. അതിനും കൂടി കൊടുക്കാനില്ലാഞ്ഞോണ്ട് പറപ്പിച്ചു കളഞ്ഞു. പിന്നെ ഏത് വകുപ്പിലാണ് തത്തമ്മ ജ്യോതിഷിയാന്ന് പറഞ്ഞു? കാർഡ് എടുത്തു തരുന്നത് തത്തമ്മയാണെങ്കിലും പറയാൻ പോകുന്നത് ഞാൻ തന്നെയല്ലേ. മോന്റെ പേരെന്താണാവോ? ഞാനാണ് ജയൻ. അപ്പോ അസുര ജന്മമാണ്. ഈ അസുരന്റെ ഭാവി എന്താണെന്ന് പറയൂ തത്തേ.
രാവണനാ വന്നിരിക്കണത്. രാവണൻ അനുഭവിച്ചതൊക്കെ നിനക്കും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും. മനസ്സിലാകുന്ന ഭാഷ പറയടോ. താൻ എന്താ ഉദ്ദേശിച്ചത് അത് പറ. പേരിന് 10 തലയുണ്ടാവും, എന്നാലും ഒരു തലയിൽ ഉണ്ടാവുന്ന ദുശ്ചിന്തകൾ 10 തലയും കൊയ്ത് കളയുന്നേ ഉള്ളൂ. പിന്നെയും പിന്നെ ഇങ്ങനെ വളച്ചു ചുറ്റി പറഞ്ഞാൽ എങ്ങനെയാ? ക്ലിയർ ആയിട്ട് വെട്ടി തുറന്ന് പറ. എന്നാ പറഞ്ഞേക്കാം. കുട്ടികൾക്ക് മനസ്സിലാവണ പോലെ നിന്റെ ജീവിത സാരാംശം 3 വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. പറ. 3 പടി കയറിയെന്നിരിക്കട്ടെ, 10 പടി താഴേക്ക് വീഴും. എന്താ പറഞ്ഞ്? 3 പടി കയറി 10 പടി വീഴുവന്നോ? ദേ അത് കണ്ടോ, എന്റെ ധനവും ഭാഗ്യവും എല്ലാം അവളാ. പടിയേലല്ല വിമാനത്തിലെ കയറാൻ പോകുന്നു. ടാറ്റാ. എന്താ ശ്രേയ, നീ എന്താ ഇത്രയും താമസിച്ചേ? വീട്ടിൽ നിന്ന് തലയുരാൻ പെട്ട പാടെ. കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, സ്വർണ്ണമാ കൊണ്ടുവന്നത്. ശ്രേയേ, നീ ആടി എന്റെ പൊന്ന്. എടുക്കെടുക്കെടുക്ക്, പെട്ടെന്ന് എടുക്ക്. വാ 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 വാ, പെട്ടെന്ന് വന്ന് കേറ് കേറ് കേറ്. ബൈ ബൈ തത്തമ്മേ. ഇനിയിപ്പൊ എന്താ ഏട്ടാ ചെയ്യാ? എന്ത് ചെയ്യാൻ? എനിക്കൊന്നും അറിയില്ല സുലേഖ. ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ, എന്നെ നാണം കെടുത്തുന്ന ഒന്നും ചെയ്യല്ലേന്ന്. പറഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞില്ല, പെണ്ണിറങ്ങി പോയില്ലേ. എന്താ എല്ലാവരുടെയും മുഖം വല്ലാതിരിക്കുന്ന? ശ്രേയ എവിടെയേട്ടാ? എന്താ സുലേഖയും മിണ്ടാത്തെ? ശ്രേയ എവിടെയെന്ന്? അമ്പലം വരെ പോയിരിക്കുക. ഈ സമയത്ത് എന്താ ഒരു അമ്പലത്തിൽ പോക്ക്? യാഗത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുക. അവളും അവന്റെ കൂടെ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്താ രാമേട്ട? രാമേട്ടൻ പറഞ്ഞില്ലായിരുന്നോ? അതിന് അവനൊന്നും അറിഞ്ഞില്ല. എല്ലാം ഭംഗിയായി നടക്കണമെന്ന് രാമൻ ഒരു നേർച്ച ഉണ്ടായിരുന്നത് കഴിച്ചിട്ട് വരാൻ ഞാനാ പറഞ്ഞു. ഈ യാഗത്തിൽ ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്നിട്ട് ഇപ്പൊ എന്തിനാ ശ്രേയനെ അയച്ച്? കൗസല്യ അതോർത്തൊന്നും വിഷമിക്കണ്ട. യാഗം തുടങ്ങുന്നതിന് മുൻപ് അവളിങ്ങ് എത്തിക്കോളൂ.
അതെന്തിനാ കൗസല്യ ഇപ്പോ? അതാ എനിക്കും മനസ്സിലാവാത്ത. ഇനി എന്ത് പറയാനാമേ? വീട്ടിൽ കയറി വന്നവരോട് നമ്മളൊന്നും പറയാൻ പാടില്ലല്ലോ എന്നോർത്തിട്ടാ. അല്ലാതെ ഭാര്യ ഇല്ലെങ്കിൽ യാഗം നടത്താൻ പാടില്ല. യാഗം നടന്നില്ലേ പട്ടാഭിഷേകവും പൂർണ്ണമാകില്ല. ഇവിടെ പൂജ തുടങ്ങുന്നതിന് മുമ്പെങ്കിലും അവൾ എത്തുവോ? എന്ത് സംഭവിക്കുമോ എന്തോ. ഓരോ ചുവടിലും ഓരോ തടസ്സങ്ങള്. എന്ത് കഷ്ടകാലമാണെന്ന് ആർക്കറിയാം ഈശ്വര. നീ ചെന്ന് ശ്രേയ എവിടെയുണ്ടെങ്കിലും പെട്ടെന്ന് വിളിച്ചോണ്ട് വാ. അതുവരെ ഞങ്ങൾ ഇപ്പൊ വരും, ദേ വരുന്ന വഴിയാ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചോളാം. എവിടെയാന്ന് വെച്ചാ ഇപ്പൊ ചെന്ന് അന്വേഷിക്കാമേ. ജയനെ കാണാൻ പോയതാവും. ചേച്ചിയുടെ സിനിമാ ഭ്രാന്തിന്റെ കാരണം അയാളാ. ഈയിടെ ഒരു ദിവസം ഞാൻ അയാളുടെ ചേച്ചിയെ കണ്ടായിരുന്നു. അയാളിപ്പോ എവിടെയുണ്ടെന്ന് അറിഞ്ഞാ മതി. ചേച്ചി അയാളുടെ കൂടെ തന്നെ ഉണ്ടാവും. കാര്യം മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു. രാമേട്ട, പെട്ടെന്ന് അവൻ എവിടെയുണ്ടെന്നൊന്ന് കണ്ടുപിടിക്കൂ. ഓ, അപ്പൊ വൈദേഹിയും മാധവനും കൂടെ ടെൻഷൻ അടിച്ച് വീട് മുഴുവൻ തപ്പി നടന്നത് ശ്രേയയെ തെരഞ്ഞിട്ടായിരിക്കും അല്ലേ? അമ്പലത്തിലേക്കാണ് പോയതെങ്കിൽ ഇവരെന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? ഇത് അമ്പലത്തിൽ പോയതാവാൻ വഴി. എനിക്കെന്തോ പേടിയാവുന്നുണ്ട്. മനസ്സിനാകെ ടെൻഷനാ ജയ. വീട്ടില് വലിയ യാഗം നടക്കുക. ദേവേട്ടന്റെ ഒപ്പം ഞാൻ ഇരിക്കേണ്ടതായിരുന്നു. പക്ഷെ ആ സമയത്താ നീ വിളിച്ചത്. ആരോടും പറയാതെ പോന്നത്. ഇപ്പൊ കാര്യങ്ങളെല്ലാം എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. എന്തൊക്കെ പ്രശ്നങ്ങളാണോ അവിടെ നടക്കുന്നത്. മതി, ഒന്ന് നിർത്ത് ശ്രേയെ. ഹീറോയിൻ ആവുക എന്നുള്ളത് ഓർത്തൊന്ന് സന്തോഷിക്കേ. ആ വീടും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് നിനക്കെന്താ പ്രയോജനം? ശരിക്കും ഞാൻ ഹീറോയിൻ ആകോ ജയ? എന്താ സംശയം? നിന്നെ അവര് സെലക്ട് ചെയ്തിരിക്കുക. അതും വിശ്വസിച്ച. മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കാതെ നീ വിളിച്ചപ്പോ തന്നെ ഇറങ്ങി പോന്നത്. സിനിമ എന്ന സ്വപ്നം എനിക്ക് അത്രയും വലുതാ. ഈ പ്രാവശ്യം എല്ലാം ശരിയാകുമല്ലോ അല്ലേ? അവസാനം വേണ്ടെന്ന് പറയില്ലല്ലോ? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സമയത്ത് വിളിപ്പിക്കുവോ? മുംബൈയിൽ ഇറങ്ങുന്നു, ഓഡീഷൻ കൊടുക്കുന്നു, നീ ഹീറോയിൻ ആകുന്നു.
ഇനി അങ്ങോട്ട് കയറ്റത്തിന് മേൽ കയറ്റുവാ. ഇതിനു മുമ്പ് നീ ഇതുപോലെ പറഞ്ഞ. ഇതുപോലെ ഒരിക്കലും കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വന്നതിന്റെ ഞാനിപ്പോ അനുഭവിക്കുന്ന. കഴിഞ്ഞ വട്ടം സ്വർണം വിൽക്കാൻ പോയപ്പോഴും നമ്മൾ പിടിക്കപ്പെട്ടു. അപ്പോഴൊക്കെ അച്ഛനില്ലാഞ്ഞത് കൊണ്ട് പിടിച്ചു നിന്നതാ. പക്ഷെ ഇനി തിരിച്ചങ്ങോട്ട് കയറാൻ പറ്റില്ല. എന്നെ അവര് പടിയടച്ച് പിണ്ണം വെക്കും, അല്ലെങ്കിൽ കൊന്നുകളയും. നീ ഇപ്പൊ തന്നെ ഹീറോയിൻ ആയതുപോലെയാ, പിന്നെന്തിനാ പേടിക്കുന്നേ? ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഇന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കുന്നവര് നാളെ നീ വലിയൊരു ഹീറോയിൻ ആവുമ്പോ നിന്റെ വാതുക്കൽ വന്ന് നിനക്ക് വേണ്ടി കാത്തു നിൽക്കും. നോക്ക് ചെയ്യാ, എന്നെ പറഞ്ഞ് കളിപ്പിക്കുമല്ലോ. ഇനി വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവനോട് ഉണ്ടാവില്ല. വേണ്ടാത്തൊന്നും പറയണ്ട ശ്രേയെ. പക്ഷെ അതിനു മുമ്പ് ഞാൻ നിന്നെ കൊന്നുകളയും. വാട്ട്? പപ്പു, നല്ല ഉറക്കം വരുന്നുണ്ട്. ഭക്ഷണത്തിന് സമയം എവിടെയെങ്കിലും ഒന്ന് നിർത്ത്. അതുവരെ ഞാൻ നല്ലോണം ഒന്ന് ഉറങ്ങട്ടെ. ഓക്കെ സർ. നല്ല ഡ്രൈവറാ. എല്ലാരും ഇവിടെ കല്ല് പോലെ നിപ്പുണ്ട്. എന്നിട്ട് നമ്മുടെ കണ്ണു വെട്ടിച്ച് അവൾ എങ്ങനെയാ മുങ്ങിയത്? ചിലപ്പോ അച്ഛമ്മ തന്നെ ആയിരിക്കും ചേച്ചിയെ പറഞ്ഞു വിട്ടത്. ശ്രേയ ചേച്ചി എന്ത് ചെയ്താലും കൂട്ടിന് അച്ഛമ്മ ഉണ്ടാവല്ലോ. വെറുതെ എന്നെ കുറ്റം പറയാൻ നോക്കണ്ട. നിനക്കല്ലെങ്കിലും എന്നെ കണ്ടുകൂടല്ലോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ മാനേജ് ചെയ്ത പോലെ ഈ യാഗത്തിലും അച്ഛമ്മ എന്തെങ്കിലും ചെയ്ത് മാനേജ് ചെയ്തോളുമെന്ന് ചേച്ചി വിചാരിച്ചു പോകരുത്. ഞാൻ അവളെ പറഞ്ഞയച്ചെന്നെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞയച്ചതോ പോയതോ എന്തോ ആവട്ടെ, യാഗത്തിന് മുമ്പ് അവളോട് തിരിച്ചു വന്നില്ലെങ്കിൽ ആകെ പ്രശ്നം. പിന്നെ ഈ കൊട്ടാരം വീട്ടിലെ ആൾക്കാരുടെ മുന്നിൽ നമുക്ക് തലയുയർത്തി നിൽക്കാനാവില്ല. വൈദേഹി പറഞ്ഞത് ശരിയാ. അവള് തിരിച്ചു വന്നില്ല, നമ്മൾ എന്തു ചെയ്യും? ചേച്ചി ഇനി വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ അച്ഛമ്മക്ക് വലിയ മിടുക്കല്ലേ. ഇപ്പോഴും അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വെക്കുന്നതാണ് നല്ലത്. കൗസല്യേ, മരുമകളോട് പെട്ടെന്ന് വരാൻ പറയുക. യാഗം തുടങ്ങാനുള്ള മുഹൂർത്തമായിരിക്കുന്നു. ദേ ഇപ്പൊ വിളിക്കാൻ ഗുരുക്കളെ. ഇതുവരെ ശ്രേയ എത്തിയിട്ടില്ല. എന്താ ചെയ്യുക? അമ്പലത്തിൽ പോയതല്ലേ, അവൾ ഇപ്പോഴെങ്ങി എത്തും. എന്ന് വെച്ചാ ശ്രേയ വീട്ടിലില്ല എന്നർത്ഥം.